ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ടു ടിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ മാഞ്ഞാലി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു ബിരിയാണിയാണിത്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള മാഞ്ഞാലി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നാടുകളിൽ കല്യാണങ്ങളിലൊക്കെ വിളമ്പുന്ന ചോറ് വേറെയും മസാല വേറെ ആയിട്ടാണല്ലോ വിളമ്പുക. ആ ഒരു ടൈപ്പ് ബിരിയാണിയാണ് കേട്ടോ ഇത്. പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മാഞ്ഞാലി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഏകദേശം 800 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ചിക്കനിൽ ഈ മസാല ഒക്കെ പിടിക്കുന്ന വിധത്തിൽ കൈ വെച്ചിട്ടൊന്ന് നല്ലപോലെ തിരുമ്മി യോജിപ്പിക്കുക. ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ചിക്കനിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ 2 കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ മസാല പിടിപ്പിച്ച ചിക്കന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് 2 മിനിറ്റ് നേരം നല്ലപോലെ തന്നെ വഴറ്റി കൊണ്ടുവരാം. അതിനുശേഷം 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ബൗളിൽ തന്നെയാണ് കേട്ടോ ഈ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മളിനി ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് അടച്ചു മൂടി വെച്ചിട്ട് ചിക്കൻ ഒരു 10 മിനിറ്റ് നേരം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ ഗ്രേവി ഉണ്ടല്ലോ, ചിക്കൻ്റെ ആ സ്റ്റോക്ക്, അത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇത് നമ്മളിനി മസാല ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള ചിക്കനിലേക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്നും ചിക്കൻ മുരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ചെറുതായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് കേട്ടോ. ഇനി അതിന് ശേഷം നമുക്കിനി മസാല റെഡിയാക്കാം. ഇനി നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത അതേ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ ബാക്കി മസാലയും കൂടി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 3 സവാളയാണ് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റി കൊണ്ടുവരാം. സവാളൊക്കെ ചെറുതായി വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 2 തക്കാളി, മീഡിയം തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടെ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊണ്ടുവരാം. നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ അടച്ചു മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ തക്കാളി സവാളൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഇനി ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, നമ്മളെടുത്ത് മാറ്റി വെച്ച ആ ഒരു ചിക്കൻ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു മൂടി വെച്ച് 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ ഗ്രേവിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് പൊരിച്ച് വെച്ച ചിക്കനും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം.
ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മല്ലിയിലും പുതിനയും കുറച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊരു ഫ്ലേവറിനും ചിക്കൻ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ മാഞ്ഞാലി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഓയിൽ, വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഏകദേശം 3 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം ചെയ്യുന്നത്. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് മാത്രം വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഓയിൽ മാത്രമാണെങ്കിൽ അങ്ങനെയും എടുക്കാം. ഞാനിവിടെ ഓയിലും നെയ്യും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഇതാ സവാളയൊക്കെ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അതേ പാനിൽ തന്നെ ബാക്കിയുള്ള ഓയിലിലേക്ക് ഹോൾ സ്പൈസസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബേ ലീവ്സ്, കുരുമുളക്, തക്കോലം ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ അരി വേവിക്കാൻ ആവശ്യമായ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച അരിയുടെ ഡബിൾ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു മൂടി വെച്ചിട്ട് വെള്ളം ഒന്ന് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനൊരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരി വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്ന ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ നല്ലത്. ഞാൻ പെട്ടെന്ന് വിട്ടുപോയതാണ്. അപ്പോൾ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ അരി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കില്ല കേട്ടോ. ഇങ്ങനെ വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ നെയ്ച്ചോറ് വെക്കുമ്പോഴും ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം വറുത്ത് വെച്ച സവാളയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയിലയും പുതിനയും ഉണ്ടെങ്കിൽ കുറച്ച് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് 2 മിനിറ്റ് നേരം അടച്ചു മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം വറുത്ത് വെച്ച സവോളയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അതിന് മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊന്ന് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ആ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ചോറിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മുടെ മാഞ്ഞാലി ബിരിയാണി സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കണം. നമ്മുടെ ദം ബിരിയാണിൻ്റെ അത്ര തന്നെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടിപൊളി മാഞ്ഞാലി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ റെസിപ്പീസ് മാത്രമല്ല വ്ളോഗ്സും ബ്യൂട്ടി ടിപ്സും മേക്ക് ഓവർ വീഡിയോസും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കാണാത്തവരൊന്ന് കണ്ടു നോക്കി നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ച് അതിൽ ഓൾ കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.